ചെറിയൊരു സഹായം ചെയ്താൽ അതിന് പോലും പ്രതിഫലം പറ്റുന്നവരുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യത്യസ്തരാവുകയാണ് ഒരു സംഘം സ്കൂബ ഡൈവേഴ്സ്. കർത്തവ്യം നിറവേറ്റുക, അതിലപ്പുറം ഒന്നും വേണ്ട എന്ന് വ്രതമായി കരുതുന്നവർ. തിരുവനന്തപുരം കരമന തെലുങ്ക് ചെട്ടിത്തെരുവിൽ താമസിക്കുന്ന സന്തോഷിന്റെ ജീവിതത്തിൽ ഈ ഒരു സംഘം സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ ഈശ്വരന് തുല്യമാണ്. ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ നടന്ന ഒരു അനുഭവം ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ശ്രീ കരമന അജിത്താണ്. ഈശ്വരനുണ്ട്. പണത്തിന്റെ മൂല്യമല്ല പ്രാധാന്യം, അതിന്റെ പവിത്രതയാണ് പ്രാധാന്യം. കരമന തെലുങ്ക് ചെട്ടിത്തെരുവിൽ താമസം സന്തോഷ് വളരെ കുട്ടിക്കാലം മുതൽ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ രാവിലെയാണ് അദ്ദേഹത്തിന് ഈ കോള് വരുന്നത്. അടിയന്തരമായി ഒന്ന് കാണണം ചേട്ടാ, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ വിളിയിലെ സന്ദേശം. പക്ഷെ ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പണ്ടാര അടുപ്പിലെ അഗ്നി പകരുന്ന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം. കാര്യം പറയാൻ ആവശ്യപ്പെട്ടു. സന്തോഷിന്റെ വാക്കുകൾ ഇടറിയിട്ടുണ്ടായിരുന്നു. കാരണം സന്തോഷിന്റെ 4.25 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല അതിനു മുൻപുള്ള ദിവസം കരമന ആറ്റിൽ കുളിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു. അവനും അവന്റെ കൂട്ടുകാരുമൊത്തും സന്ധ്യ നേരം വരെ തിരഞ്ഞു നോക്കി, പക്ഷെ കിട്ടിയില്ല. രാവിലെ 5:30 മണി മുതൽ സുഹൃത്തുക്കളായ അയ്യപ്പനും ബാബുവുമായി അവർ ആറ്റുകടവിൽ ഇരിക്കുകയാണ്. അത് ആറ്റിൽ നിന്നും വീണ്ടെടുക്കാൻ മുങ്ങൽ വിദഗ്ധരുടെ അഥവാ സ്കൂബ സംഘത്തിന്റെ സഹായം വേണം. ഇതായിരുന്നു സന്തോഷിന്റെ ആവശ്യം. പക്ഷേ ഫയർഫോഴ്സ് സംഘം മുഴുവൻ പൊങ്കാല ആയതുകൊണ്ട് പൊങ്കാല നിവേദ്യ സമയം വരെ തിരക്കിലാണ്. അവരെ ആരെയും കിട്ടില്ല. ഈ വിവരം സന്തോഷിനെ അറിയിക്കുകയും സമാധാനപ്പെടാനും നഷ്ടപ്പെട്ട സ്വർണ്ണമാല വീണ്ടെടുക്കാൻ പൊങ്കാല കഴിഞ്ഞ് ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഞാൻ പറഞ്ഞു എങ്കിലും ഇതിനോടകം തന്നെ സ്കൂബ സംഘവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു. 1:15 നിവേദ്യം കഴിഞ്ഞ ഉടനെ സ്കൂബ സംഘം കരമന ആറ്റിലേക്ക് തിരിച്ചു. 1.5 മണിക്കൂറിന്റെ ശ്രമഫലമായി മാല മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തി. നഷ്ടപ്പെട്ടപ്പോൾ ഉള്ളതിനേക്കാൾ സങ്കടമായിരുന്നു അത് തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷമുണ്ടായത്. കാരണം മറ്റൊന്നാണ്. കഴിഞ്ഞ 21 വർഷത്തിനു മുൻപ് സന്തോഷിന്റെ കല്യാണം ഞാൻ കൂടി സാക്ഷ്യം വഹിച്ച മുഹൂർത്തത്തിന് അവന്റെ മൂത്ത സഹോദരി അവന് വിവാഹ സമ്മാനമായി നൽകിയ സ്വർണ്ണമാല, ഇന്നേ വരെ കഴുത്തിൽ നിന്നും ഊരാത്ത ആ മാലയാണ് അവന് കഴിഞ്ഞ ദിവസം തിരിച്ചു കിട്ടിയത്. ആ സന്തോഷത്തിൽ അവൻ നേരെ ATM കൗണ്ടറിലേക്ക് പോയി അവിടെ നിന്നും സംഘത്തിന് നൽകാൻ തിരിച്ചെത്തി. പക്ഷെ നമ്മുടെ സ്കൂബ സംഘമാകട്ടെ ഒരു ചായ പോലും പ്രതിഫലമായി വാങ്ങി കുടിക്കാൻ തയ്യാറാകാതെ കർത്തവ്യം നിറവേറ്റി സന്തോഷത്തോടെ തിരികെ മടങ്ങി. ഇവരാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രക്ഷകർ. ടീം അംഗമായ GRD, ASTO സുഭാഷ്, SFRO സുജയൻ, FROമാരായ അനു ജെ, രതീഷ് ജെ, അനു SP എന്നിവർക്ക് 1000 നന്ദി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ശരിക്കും നമുക്കൊക്കെ അതിശയം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ ഒരു അനുഭവം. കാരണം ഒരു ചെറിയ കാര്യം, സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ അത്തരക്കാർ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, അത്തരക്കാർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന കാര്യത്തിന് പോലും ചില ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെല്ലാം പ്രതിഫലം വാങ്ങിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റും ഉണ്ട്. അതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിൽ വിഷമിക്കുന്നവരുണ്ട്. ആരോട് ഇതൊക്കെ പറയും എന്ന് വേദനിക്കുന്നവരുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു കർത്തവ്യം മാത്രമാണ് കർമ്മം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ, വേദനിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ 4.25 പവൻ വരുന്ന സ്വർണ്ണമാല വെള്ളത്തിൽ മുങ്ങി തിരഞ്ഞെടുത്ത് കയ്യിലേൽപ്പിച്ച് അവർ മടങ്ങുമ്പോൾ അവർ ഒരു ചായ പോലും പ്രതിഫലമായി വാങ്ങിയില്ല എന്നതും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനിക്കാനുള്ള വക നൽകുകയാണ്. ശരിക്കും ഇങ്ങനെയാണ് എല്ലാവരും വേണ്ടത്. നമ്മൾ ചെയ്യുന്ന ജോലി, ആ ജോലിക്ക് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു വരുമാനം, ആ ഒരു പ്രതിഫലം മാത്രം സ്വീകരിക്കുക. അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാതിരിക്കുക. ഏത് സമയത്തും നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ആ ജോലിയിൽ മുഴുകിയിരിക്കുക, ആ ജോലിയെ പൂർണ്ണമായും ഏറ്റെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ജോലിയെ നമ്മൾ മടുക്കാതെയും വെറുക്കാതെയും ഒക്കെ ഇരിക്കുന്നത്. എന്തായാലും ഈ സ്കൂബ ഡൈവേഴ്സിന് ഹാറ്റ്സ് ഓഫ്. ഇതുപോലുള്ളവർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നറിഞ്ഞത് വളരെ സമാധാനവും ആശ്വാസവും ഒപ്പം സന്തോഷവും തോന്നുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.